ലോക പരിസ്ഥിതി ദിനത്തിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്ത പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ മലിനീകരണം കുറയ്ക്കാൻ പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കണമെന്ന സന്ദേശം പകർന്നാണ് കളക്ടറുടെ ഹരിതയാത്ര. പരിസ്ഥിതി ദിനത്തിൽ പത്തനംതിട്ട കളക്ടറോടൊപ്പം ഒരു ഹരിതയാത്രയിലാണ് കളക്ടർ. അതെന്താണ് ഈ ഹരിതയാത്ര ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിരത്തിൽ ഒരു വണ്ടിയെങ്കിലും കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത് എന്നൊരു സന്ദേശമാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിട്ട് ഇന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള KSRTCയിലേക്ക് കളക്ടറേറ്റിലേക്ക് പോകാമെന്ന് കരുതിയിരുന്നു. എന്താണ് ഇത്ര ആശയത്തിന് പിന്നിൽ? ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ പരിസ്ഥിതി ദിനത്തിലെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ചെടികൾ നടുന്നുണ്ട്, നമ്മൾ ബാക്കി പ്രതിജ്ഞകൾ നടത്തുന്നുണ്ട്, കുട്ടികളെ മുതിർന്നവരെ അതൊക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നമുക്കൊരു ഐഡിയ, അതായത് ഇപ്പം നമ്മൾ ചെയ്താൽ ഉടനടി ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു ഐഡിയ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാൻ തോന്നി. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ പല ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായത് കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ പ്രൈവറ്റ് വാഹനങ്ങൾ, നമ്മൾ ധാരാളം വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ടാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും നമ്മൾ കണക്കുകൾ പരിശോധിക്കുക ണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ 9 മടങ്ങ് താഴേക്ക് പോകും എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ബാക്കി എല്ലാവരെയും ഒന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ഒരു പരിസ്ഥിതി ദിനമായതുകൊണ്ട് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുക, എൻ്റെ ഒരു വാഹനം ഇന്ന് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിനോട് വ്യക്തമാക്കിയ കാര്യമാണെങ്കിലും പ്രേക്ഷകർ പക്ഷേ കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്, കളക്ടർ ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമാണോ ഒരു യാത്ര എന്ന? അത് നമുക്ക് അങ്ങനെയല്ല. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പോലും KSRTC ഉപയോഗിക്കുന്ന ഒരാളാണ്. കാര്യം പലപ്പോഴും സിറ്റി യാത്രയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് KSRTCന് കുറച്ചുകൂടെ കംഫർട്ടബിളും തോന്നിയിട്ടുണ്ട്. ഇനി ആ ട്രാഫിക്കൊക്കെ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. KSRTCയിൽ പോകുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഇന്നൊരു ദിവസം അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വൃക്ഷത്തൈ നടുന്ന പോലെ ഇന്ന് എല്ലാവരും ഇന്ന് ഒരു ദിവസം ഒരാൾ ഈ ഒരു സന്ദേശം കണ്ടിട്ട് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്താൽ അത്രയും നല്ലത് എന്നാണ്. യാത്ര കംഫർട്ടാണല്ലേ? തീർച്ചയായിട്ടും വളരെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ്. വളരെ കംഫർട്ട്. ഇന്നലെ ഒരുപാട് പേര് പൊല്യൂഷനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു, ബ്രേക്ക് ഡൗണിനെ പറ്റി സംസാരിക്കും. പക്ഷേ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ ഞാൻ KSRTC പോയെടുത്ത് ഒരിക്കലും വഴി കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയും. ഇന്നേ വരെ കളക്ടറേറ്റിലേക്ക് നടന്നാണ് പോകുന്നത്. തിരികെ യാത്ര നോക്കണം. കാര്യം എനിക്ക് 1-2 പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ എന്നാലും കഴിയുന്നതും തിരികെ യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ ആക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ. കളക്ടറിൻ്റെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് വളരെ മാതൃകാപരമാണ്. ധാരാളം ആളുകളും ഇതിന് പിന്തുണയായി എത്തുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, കളക്ടറാണ് ഇന്ന് KSRTC ബസ് യാത്ര ചെയ്യുകയാണ്, നിങ്ങൾക്ക് എന്താ പറയുക? നല്ല കാര്യമല്ലേ? കാര്യം പൊതുജനങ്ങളുമായിട്ട് KSRTCയിലെ ജീവനക്കാരും പൊതുജനങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെപ്പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും പോരാഴിയുണ്ടെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്. കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, KSRTCയിൽ സ്ഥിരം യാത്ര കംഫോർട്ടാണ് KSRTC യാത്ര. ഇതൊരു വലിയൊരു അംഗീകാരമല്ലേ KSRTC? തീർച്ചയായിട്ടും. അതാണ്. എന്തായാലും കളക്ടറിൻ്റെ യാത്ര തുടരുകയാണ്. ഇനിയും കളക്ടറേറ്റിലേക്കും കളക്ടർ ഈ ബസ്സിൽ ഇറങ്ങിയ ശേഷം നടന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.